ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞുപോലെ. കോഫി വിത്ത് ക്രൈസ്റ്റ്. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മളൊരു വൃക്ഷത്തെ ദൈവം പരിചയപ്പെടുത്തുന്നുണ്ടല്ലേ. നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം, യഥാകാലം ഫലം തരുന്നതായിട്ടുള്ള ഒരു മരം, ഇല കൊഴിയാത്ത, എപ്പോഴും പ്രവൃത്തികൾ സഫലമാകുന്ന ഒരു മരം. അതിനെ ഒരു മനുഷ്യനോട് ഉപമിച്ചിരിക്കുകയാണ്. ഏതാണ് ആ മനുഷ്യൻ? ആ മനുഷ്യനെ കുറിച്ച് 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? ഡീപ്ലി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. എന്താണ് അതിന്റെ ഗുണം? കോൺസ്റ്റന്റ് നറിഷ്മെന്റ്, ഡിസൈൻ ടു ബെയർ ഫ്രൂട്ട്. ഇല എപ്പോഴും പച്ച നിറത്തിൽ, ജീവന്റെ സമൃദ്ധി അതിനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ മരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ മരം തീരുമാനിച്ച് അവിടെ കിളിർത്തതല്ല, പ്രകൃതിയുടെ രീതിയിൽ വിത്ത് വീണ് അവിടെ ആ സ്പോട്ടിൽ തന്നെ മുളച്ചതുമല്ല. ആരോ ആ മരത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ എവിടെയോ കണ്ടിട്ട് അതിനെ അവിടെ നിന്ന് പറിച്ച് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ, അനുകൂലമായിട്ടുള്ള സോയിലിൽ, നിറയെ ജലം ലഭിക്കുന്ന ഒരു സ്ഥലത്ത്, വളം കൂറുള്ള മണ്ണിൽ നട്ട് വളർത്തിയതാണ്. അങ്ങനെയുള്ളൊരു മരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ ആനന്ദം. ആ മരം ആരാന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ വചനത്തിൽ ധ്യാനിക്കുന്നതിൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്നവനെ കുറിച്ച് പറയുകയാണ്. അവൻ എങ്ങനെയായിരിക്കും? അവൻ ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഇലയും വാടില്ല, കൊഴിയില്ല എന്നൊന്നുമല്ല. ഏത് കാലത്തും നല്ല പച്ചപ്പോടെ ഇല തഴച്ചു നിൽക്കുന്ന ഒരു മരമായിട്ട് അതിന് കാണപ്പെടും. അവിടെ നിൽക്കുമെന്നർത്ഥം. കാരണം അത് വേരൂന്നിയിരിക്കുന്നത് യേശു ആകുന്ന വചനത്തിലാണ്, യേശുവിന്റെ വചനത്തിലാണ്. ആ ജീവജലമാണ് അതിന്റെ ഊർജം എന്ന് പറയുന്നത്. പലപ്പോഴും മരത്തിന്റെ ഇല മഞ്ഞയാകുന്നത്, മരം മുഴുവനും മഞ്ഞ നിറത്തിലുള്ള ഇലയാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ. ഒന്നുകിൽ വെള്ളം ലഭിക്കാതെ വരണ്ട കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ കീടബാധ ഉണ്ടാകുമ്പോഴാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇഫ് യു ആൻഡ് മീ ആർ റൂട്ടഡ് ഇൻ ഗാഡ്, ജീവന്റെ സമൃദ്ധി, വാട്ടമില്ലാത്ത, മാലിന്യമേൽക്കാത്ത, ചുളിവില്ലാത്ത, ഊർജസ്വലതയാർന്ന, ആ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള സ്വാഭാവിക കഴിവ് കിട്ടുന്ന ജീവന്റെ ഒരു ബലം ഉള്ള മരമായിട്ട് അത് വളർന്നു വരുമെന്ന് അർത്ഥം. ഇതിന്റെ അർത്ഥം പ്രതികൂലങ്ങളില്ലെന്നല്ല. ഏത് പ്രതികൂലത്തിലും, ഏത് കഷ്ടതയിലും ആ ജീവന്റെ പച്ചപ്പ്, സമാധാനത്തിന്റെ സമൃദ്ധി വചനം തരുമെന്ന്. പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കട്ടെ, സ്റ്റിൽ ഹാവ് ജോയ്, സ്റ്റിൽ ഹാവ് പീസ്. എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, സ്റ്റിൽ ഹാവ് കോൺഫിഡൻസ്, സ്റ്റിൽ ഹാവ് സ്ട്രെങ്ത്. കാരണം നിങ്ങൾ വേരൂന്നിയിരിക്കുന്നത് ഈ ലോകത്തിന്റെ വാഗ്ദാനത്തിലല്ല, ദൈവവചനത്തിന്റെ ഉറപ്പിലും സന്തോഷത്തിലുമാണ്. ഹി ഈസ് നോട്ട് ആസ് പെർ യുവർ ഡെഫിനിഷൻ. അതായത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല കേട്ടോ. ഇത് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഒരു ഡെഫിനിഷനിലോ ലോകത്തിന്റെ ഡെഫിനിഷനിലോ അല്ല. ഇറ്റ് ഈസ് ഗാഡ്സ് ഡെഫിനിഷൻ. അതിലാണ് ആ മെറ്റീരിയൽ സക്സസിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, ബട്ട് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. ലക്ഷ്യമുണ്ട്. യു വിൽ ഹാവ് എ പേർപ്പസ്, യു വിൽ ഹാവ് പീസ് ഇൻസൈഡ് യുവർ മൈൻഡ്, യു വിൽ ഹാവ് ജോയ്. ആ തിരിച്ചറിവാണ് ലോകം തരുന്ന ക്ഷണിക സുഖങ്ങൾ, ക്ഷണിക സന്തോഷങ്ങൾ. അതിലേക്കാണ് നമ്മൾ വേരൂന്നി വളരാനായിട്ട് ശ്രമിക്കുന്നത് എങ്കിൽ നിരാശയായിരിക്കും ഫലം. കാരണം വലിയ സമ്പത്തുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് വചനത്തിൽ പറയുന്നു, സോളമൻ മഹാരാജാവ്. വലിയ സമ്പത്തുണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള സുഭിക്ഷതയും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവസാന കാലഘട്ടം എത്തുമ്പോൾ പറയുകയാണ്, മായ മായ സകലതും മായ. ഈ കാണുന്നതെല്ലാം, ഞാൻ വെട്ടിപ്പിടിച്ചതും നേടിയതും എല്ലാം വ്യർത്ഥമാണ്. അവനിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് സോളമൻ പോലും തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ബെയറിംഗ് ഫ്രൂട്ട് ഇൻ ഇറ്റ്സ് സീസൺ. യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം. വളരെയേറെ ശ്രദ്ധിക്കണം. പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ നിരാശപ്പെടുന്ന ഒരു കാര്യമാണ്. ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ശ്രമിച്ചു, ഒത്തിരി എഫേർട്ട് ഇട്ടു, പക്ഷെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഒരു ഫലം കാണുന്നില്ല, ആത്മീയ ജീവിതത്തിലും ഫലം കാണുന്നില്ല, അല്ലേ? കർത്താവ് പറയുന്നു, തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കും, അവന്റെ യഥാകാലത്തിൽ അവൻ ഫലം പുറപ്പെടുവിക്കും. ഇതൊരു ആത്മീയ സത്യമാണ് കേട്ടോ.
തക്ക സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ. അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വേറൊരു വചനത്തിൽ പറയുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ഉറപ്പാണല്ലേ. കാരണം അവൻ സൃഷ്ടാവായ ദൈവമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറുന്ന ദേവനോ ശക്തിയോ അല്ല, അവൻ ദൈവമാണ്. തക്ക സമയം, യഥാകാലം, അതായത് നടാൻ ഒരു സമയം, വേരൂന്നാൻ ഒരു സമയം, വെള്ളവും വളവും വലിച്ചെടുത്ത് പുഷ്ടി ആർജിക്കാനായിട്ടൊരു കാലം, അതിൻ്റെ തളിർത്ത ഇലകളും ശിഖരങ്ങളും ഉണ്ടാകാനായിട്ടൊരു കാലം, കരുത്താർജിച്ച് കഴിയുമ്പോൾ പിന്നെയുള്ളത് ഫലം പുറപ്പെടുവിക്കുന്ന കാലങ്ങളാണ്. അതാണ് യേശുവിന്റെ വചനത്തിൽ പറയുന്നത്. ആര് അവന്റെ വചനത്തിൽ വേരൂന്നിയിരിക്കുന്നുവോ അവർ യഥാകാലം യഥാർത്ഥ സന്തോഷമാകുന്ന, ആത്മവിശ്വാസമാകുന്ന, നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ഇരിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്ന് ഇന്നത്തെ ദിവസം ആ ആറ്റരികത്ത് നടാനായിട്ട് ശ്രമിക്കാം, ആറ്റരികത്ത് നടപ്പെടാനായിട്ട് ശ്രമിക്കാം. ശുദ്ധമായിട്ടുള്ള വചനം കിട്ടുന്നിടത്ത് മാത്രമാണ് ഈ ജീവന്റെ സമൃദ്ധി ലഭിക്കുന്നത്. നുണവചനങ്ങളും കള്ളപ്രവചനങ്ങളും കള്ള നേർച്ചകളും ഉള്ള സ്ഥലത്തല്ല യഥാർത്ഥ ആ ഉറവയും യഥാർത്ഥ ഫലവും തിരിച്ചറിഞ്ഞ് അവിടെ നടപ്പെടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോഴാണ് ജീവന്റെ സമൃദ്ധിയും യഥാകാലത്തുള്ള ഫലവും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ ഞാനും നിങ്ങളും ആകാനായിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. ഇന്നത്തെ ദിവസം അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ആമേൻ.